Hi friends, welcome back to another new video. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹിജാബിൻ്റെ അടിയിലിടുന്ന ഇന്നർ ക്യാപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയുള്ള ഒരു ഇന്നർ ക്യാപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഇന്നർ ക്യാപ്പിനായിട്ട് ഏറ്റവും നല്ലത് ബനിയൻ പോലത്തുള്ള ക്ലോത്തൊക്കെയാണ്. അതാകുമ്പോൾ സ്ട്രെച്ചി ആയിരിക്കുമല്ലോ. അപ്പോൾ ഷിമ്മർ ബനിയൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് കാണിച്ചു തരാം. അപ്പോൾ എടുത്ത ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി നീളത്തിൽ മടക്കിയിടുക. ഇതിനെ 4 ഫോൾഡാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. 19 ഇഞ്ച് ലെങ്ത്താണ് ഇതിന് വേണ്ടത്. അപ്പോൾ ലെങ്ത് നമുക്ക് 19 ഇഞ്ച് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ വിഡ്ത്ത് വേണ്ടത് ഒരു 6.5 ഇഞ്ചാണ്. അത് അറ്റം വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഡോട്ട് ഇട്ട് നമുക്ക് ഇതിന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ അളവാണ് നമുക്ക് ഇന്നർ ക്യാപ്പിനായിട്ട് വേണ്ടത്. ഇനി ഇതിൻ്റെ ലെങ്ത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെ ഭാഗം 3 ഇഞ്ചാണ്. 3 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ 2 പോയിന്റുകൾ തമ്മിൽ നമുക്കൊരു കർവിലൊരു ഷേപ്പായിട്ട് വരച്ചെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്താൽ മതി. ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഇതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതെ, കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ക്ലോത്ത് ഇരിക്കുന്നത്. ഇത് 2 പീസ് ഉണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് പുറമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ഈ സൈഡും ഇപ്പുറത്തെ ഈ സൈഡും മാത്രമാണ്. ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ നല്ല സൈഡ് ഇതാണ്. ഇത് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കിയടിച്ചെടുക്കാം. ഇതിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡ് അതുപോലെ തയ്ച്ചെടുക്കാം. ബാക്ക് സൈഡിലെ 2 സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ബാക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് കർവ് വരച്ച ആ ഭാഗത്താണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സെൻറ്റർ പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇതുപോലെ മറിച്ചെടുക്കാം. ഈ സെൻറ്ററിൽ നമ്മുടെ ബാക്കിൽ തലയുടെ ബാക്ക് വന്ന സൈഡാണിത്. ഇവിടെ ഒരു പീസ് വെച്ചെടുക്കണം. അത് നമുക്ക് ഇനി അത് കട്ട് ചെയ്യാം. ഇനി ബാക്ക് സൈഡ് വെക്കാനുള്ള പീസ് റെഡിയാക്കാം. ഇതുപോലെയുള്ളൊരു
ക്ലോത്ത് എടുക്കുക. ഇത്രയും ലെങ്ത്ത് വേണമെന്നില്ല. ഇതിനെ ഒരു ഫോൾഡ് ഇങ്ങനെ ചെയ്യുക. നമുക്ക് വിഡ്ത്ത് വേണ്ടത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് ഉണ്ട്. ലെങ്ത്ത് 8 ഇഞ്ച് വേണം. എട്ട് ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി. വിഡ്ത്ത് 3.5 ഉണ്ട്. നമ്മുടെ റൗണ്ട് ഷേപ്പിലാണ് ഈ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്തായിട്ട് ഈ ഭാഗം മാത്രം ഒന്ന് കർവ് ചെയ്തെടുക്കണം. ഇതുപോലെ കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ പീസിലേക്ക് ഇത് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു വെച്ചിട്ട് കൊടുക്കാം. ഈ സെൻറ്ററുകൾ തമ്മിൽ ഒരുമിച്ച് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ പീസിൽ നമുക്ക് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനാണ് ഇത്രയും പീസ് അധികം വന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എലാസ്റ്റിക് ഇത് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഫുൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 3.5 ഇഞ്ചിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഫിക്സ് ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ ഈ സൈഡ് ഇവിടെ ഒന്ന് നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ക്ലോത്തിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ. ഫോൾഡ് ചെയ്ത് ഈ അറ്റം വരെ അടിക്കണം. അപ്പോൾ അടിച്ച് നമുക്ക് ഇട്ടിടുന്ന മുമ്പായിട്ട് ഈ അറ്റം ഇവിടെയും ഫിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇപ്പോൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കോർണറിൽ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം. എലാസ്റ്റിക്കിൽ കൊള്ളണം. അപ്പോൾ ആ എലാസ്റ്റിക് അവിടെ ഫിക്സ് ആയി. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ എലാസ്റ്റിക് ഇതുപോലെ വലിച്ചെടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നർ ക്യാപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ഇതാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ മോഡലുള്ള ഒരു ഇന്നർ ക്യാപ്പാണിത്. അപ്പോൾ ഈ മെഷർമെൻ്റ് ഒന്ന് കൃത്യമായിട്ട് ചെയ്താൽ നമുക്കിതുപോലെ ഒരു അടിപൊളി ഇന്നർ ക്യാപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.